पूछता है भारत, मोदी सरकार क्या करेगी? पूछता है भारत। आज भारत के हर एक एयरपोर्ट में हाहाकार है। सिचुएशन इतनी खराब है कि बस अड्डे और रेलवे स्टेशन से ज्यादा खराब सिचुएशन आज एयरपोर्ट पे है। एक तरफ मोदी सरकार कहती है हमने ये कर दिया, वो कर दिया, बड़े बड़े एयरपोर्ट बना दिए, पर क्या हुआ? ये विजुअल देखिए दोस्तों, ये सिचुएशन है आज भारत के हर एक एयरपोर्ट में। इंडिगो ने कह दिया 2 दिन से हम प्लेन नहीं चलाएंगे। सुनियोजित तरीके से उन्होंने ब्लैकमेल की है सरकार की, और सरकार ने दबाव में अग्री कर गए। डेडलाइन बदल दिया गया है। സത്യത്തിൽ ഒരു നിമിഷം എൻ്റെ ബാല്യം പകച്ചുപോയില്ലേ, പകച്ചുപോയ എൻ്റെ ബാല്യം എന്ന് പറഞ്ഞ അവസ്ഥയിപ്പോയി. നമ്മുടെ ഗോസാമൻ ഇങ്ങനെ വന്നിട്ട് മോദി അല്ലെങ്കിൽ മോദി ഗവൺമെന്റിനെതിരെ ഇത്ര സംസാരിച്ച സമയത്ത് ഒരു നിമിഷം ഞാൻ ഞെട്ടിത്തിരിച്ചു പോയി. ഇത് ഗോസാമൻ തന്നെ അല്ലേ, അല്ലെങ്കിൽ ഗോസാമൻ്റെ വേറെ ഏതെങ്കിലും അന്തോരനാണോ എന്ന് വരെ ഞാൻ അന്ന് ആലോചിച്ചു പോയിട്ടു. സത്യത്തിൽ ഇത് ഗോസാമൻ തന്നെയാണ്. So what do we do? You are an elected government, you are asking me what do we do? I'm not sure what's going on here. In fact, the minister has also put on record that he's been, liaising with this particular airlines for the last 6 months. Sir, the minister has done nothing. This is bad for India. We are not South Korea. ഗോസാമൻ എന്തോ ഒരു പ്രശ്നം പറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഗോസാമൻ ഒരിക്കലും മോദിയുടെ അല്ലെങ്കിൽ മോദി സർക്കാരിനെതിരെ ഇത്ര ആഞ്ഞടിക്കാറില്ല. ഇനി മോദി സർക്കാർ എന്ത് ചെറ്റത്തരം തെണ്ടിത്തരം ചെയ്ത് കഴിഞ്ഞാലും അവിടെ പോയിട്ട് ആസനം നക്കി വെളുപ്പിക്കുന്ന ഒരു ഗോസാമൻ്റെ വായിക്കൂടെ എങ്ങനെ ഇത്രയും കാര്യങ്ങൾ വന്നു എന്നാണ് ഞാൻ ആദ്യം ആലോചിച്ചത്. ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ചു, ഒരുപാട് എന്താ പറയുക, റിസർച്ച് ചെയ്തു. എന്ത് പറ്റി നമ്മുടെ ഗോസാമൻ ഇങ്ങനെ വന്ന് സംസാരിക്കാൻ, നമ്മുടെ ഗോദി സാമൻ അല്ലെങ്കിൽ ഗോദി മീഡിയയുടെ സാമൻ എന്തോ ഒന്ന് പറ്റിയിട്ടുണ്ട് എന്ന് ഞാൻ ആദ്യം ആലോചിച്ചു. പിന്നെ ഞാൻ വാർത്തകൾ വീണ്ടും സെപ്പറേറ്റ് എടുത്തെടുത്ത് ഞാൻ നോക്കി. പക്ഷേ ഗോസാമൻ ഇത് തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു ന്യൂസല്ല, ഇന്നലെ ചെയ്ത പല ന്യൂസുകളിലും ഗോസാമൻ ഇത് തന്നെ ആവർത്തിച്ചുകൊണ്ടിരുന്നു. വീണ്ടും ഞെട്ടിക്കൊണ്ടേ ഞാൻ ഇരുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ ഗോസാമന് പറ്റിയത് എന്താണെന്ന് നിങ്ങൾ ആരെയും ചിന്തിച്ചിട്ടുണ്ടോ? Completely let down. The central government is completely let down all those flying on planes across the country, because our domestic aviation sector is a frightful mess. Take a look at this. And the central government and the DGC and the Ministry for Civil Aviation should be answerable. This is the chaos that we saw in Pune. Passengers packed like livestock. Ladies and gentlemen, now I want to show you the pictures from Ahmedabad. Indigo counters turned into a battlefield. Passengers enraged, asking for answers. Now I want to show you the visuals from Mumbai, India's second busiest airport, where there are endless lines, people sitting around, lying, sleeping, no food, no water. Just imagine if you're traveling there with your children or your elderly parents, what you would be made to go through. And yes, we are then told, but the government has done so much for the aviation sector. It may have done so for individuals or individual companies, but it has not done any good for the aviation sector. അതാണ് ഇതുപോലെ ഒരുപാട് ക്ലിപ്പുകളും ഒരുപാട് ന്യൂസുകളിലും ഗോസാമൻ ഇന്നലെ വന്നിട്ട് ഇൻഡിഗോക്ക് പറ്റിയിട്ടില്ലെങ്കിൽ ഇൻഡിഗോ നമ്മുടെ രാജ്യത്ത് കഴിഞ്ഞ ഒരാഴ്ചകളായിട്ട് ക്യാൻസൽ ചെയ്തുകൊണ്ടിരിക്കുന്ന വിമാനങ്ങളുടെ കണക്കുകളും അതല്ലെങ്കിൽ അതിൽ നമ്മുടെ കേന്ദ്ര സർക്കാരിന് വന്ന വീഴ്ചകളും നമ്മുടെ കേന്ദ്രമന്ത്രി വ്യോമയാന മന്ത്രിക്ക് വന്ന വീഴ്ചകളെ പറ്റി ഘോരം പ്രസംഗിച്ചു. ഇതിനുള്ള കാരണം മറ്റൊന്നുമല്ല, നമുക്കറിയാം മോദിയുടെ വാല് താങ്ങി, മോദിയുടെ ആസനം താങ്ങി, മോദിയുടെ എല്ലാം താങ്ങി ജീവിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഒരു ഗോദി മീഡിയയിൽ ഏറ്റവും സുപ്രധാന കണ്ണിയായിരുന്ന ഗോസാമൻ. പണ്ട് UPA സർക്കാരിനെ ഇറക്കാൻ വേണ്ടിയിട്ട് ഗോസാമൻ ഒരുപാട് വിയർപ്പൊഴുക്കിയതാണ് എന്ന് നമുക്കറിയാം. ഗോസാമൻ ഇന്നും ഒരു RSSന് വേണ്ടിയിട്ട് സ്തുതി പാടുന്ന, മുസ്ലിങ്ങൾക്കെതിരെ അതല്ലെങ്കിൽ ഹിന്ദുവിന് വേണ്ടിയിട്ട്, ഹിന്ദു രാഷ്ട്രം വരാൻ വേണ്ടിയിട്ട്, രാമരാജ്യത്തിന് വേണ്ടിയിട്ട് തീവ്രമായിട്ട് പരിശ്രമിച്ചിരിക്കുന്ന ഗോസാമനെ പൊതുവേ മോദിക്കും അതല്ലെങ്കിൽ ഈ പറഞ്ഞ RSSനെതിരെ നിൽക്കുന്ന BJPക്കാർക്ക് ആർക്കും ഒരു പടിക്ക് അങ്ങോട്ട് ഇഷ്ടമല്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യമായിട്ടുള്ള കാര്യം. അത് ഡയറക്റ്റ്ലി ഒരു ഇൻഡയറക്റ്റ്ലി പല ആൾക്കാർക്കും അറിയുന്നതാണ്. അതിൻ്റെ ഭാഗമായിട്ടൊക്കെ തന്നെ നമ്മുടെ പുടിൻ നമ്മുടെ ഇന്ത്യയിലോട്ട് വന്ന സമയത്ത് നമസ്തേ പുടിൻ അതല്ലെങ്കിൽ നമസ്തേ മോദിജി, നമസ്തേ ട്രംപ്, നമസ്തേ ഇതൊക്കെ പറഞ്ഞ ആളുകളൊക്കെ തന്നെ ആയിരുന്നു ഈ പറഞ്ഞ വാർത്താ മാധ്യമ ഗോദി മീഡിയക്കാർ. പക്ഷേ ഇപ്രാവശ്യം ഈ പറഞ്ഞ പുടിൻ നാട്ടിലോട്ട് വന്ന സമയത്ത് അല്ലെങ്കിൽ ഇന്ത്യയിലോട്ട് വന്ന സമയത്ത് പുടിനുമായിട്ടുള്ള എക്സ്ക്ലൂസീവ് ഇൻ്റർവ്യൂ അത് ഇവിടെയും അതുപോലെ തന്നെ അങ്ങ് റഷ്യയിൽ വെച്ച് ചെയ്യാനും ഗോസാമന് അവസരം കിട്ടിയില്ല. നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചു? അതെ, അവസരം കിട്ടിയത് ഇന്ത്യ ടുഡേക്കും അതുപോലെ തന്നെ ഇന്ത്യ ടുഡേ ആജ്തക്കിനും വേണ്ടിയിട്ട് മാത്രമായിരുന്നു ഈ ഒരു അവസരം കിട്ടിയത്. ഏറ്റവും കൂടുതൽ മോദിക്ക് വേണ്ടി വെളുപ്പിച്ചുകൊണ്ടിരുന്നെങ്കിൽ ഗോസാമന് ഈ ഒരു അവസരം കിട്ടിയില്ല. ഒന്ന് ചിന്തിച്ചാൽ മതി, ഗോസാമൻ അത്
വെറുപ്പിക്കും, ഗോസാമനെ വേണ്ട രീതിയിൽ ചൊടിപ്പിക്കും എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ്. കാരണം ഈ നാട്ടിൽ അല്ലെങ്കിൽ ഈ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചാനൽ TRPക്ക് വേണ്ടിയിട്ട് എന്ത് ചെറ്റത്തരും നമ്മുടെ നാട്ടിൽ തന്നെ നമുക്കറിയാം. നമ്മുടെ മരമുറി ചാനലുകളടക്കം സകലമാന ചാനലുകളും ഈ TRPക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മുണ്ട് വരെ അഴിച്ചിട്ട് അല്ലെങ്കിൽ കണ്ടവന്മാരുടെ അല്ലെ കണ്ടവളുടെ ഒക്കെ പിന്നാലെ പോയിട്ട് ഇല്ലാത്ത ന്യൂസുകൾ വരെ പടച്ചു വിട്ട് ഗർഭം കോണ്ടം അല്ലെങ്കിൽ ചിത്തിരം ഇത് മാത്രം നമ്മുടെ നാട്ടിൽ പറഞ്ഞ് TRP കൂട്ടാൻ നോക്കുന്ന മൊട്ട ചാനലുകൾ നമ്മുടെ നാട്ടിലുണ്ടല്ലേ. അപ്പം നോർത്ത് ഇന്ത്യയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അതിൻ്റെ അവസ്ഥ അല്ലെങ്കിൽ അതിൻ്റെ അവസ്ഥാന്തരങ്ങൾ എത്രത്തോളമായിരിക്കും നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് പുടിനുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂ, ഒരു എക്സ്ക്ലൂസീവ് ഇൻ്റർവ്യൂ നമ്മുടെ ഗോസാമൻ്റെ ചാനലിന് കിട്ടിയിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ മോദിക്ക് വേണ്ടിയിട്ട് ഷൂ വരെ ആസനം വരെ നക്കി വെളുപ്പിക്കുന്ന ഗോസാമന് ഇത് കിട്ടിയിട്ടില്ലെങ്കിൽ എത്രത്തോളം ദേഷ്യം ഗോസാമന് കാണും. അത് കിട്ടിയത് ആർക്കാണെങ്കിൽ നേരെ അപ്പുറത്തുള്ള ഇന്ത്യ ടുഡേ അതല്ലെങ്കിൽ ആജ് തക്കിന് അത് കിട്ടിയിട്ടുണ്ട്. അവർ ഇൻ്റർവ്യൂ ചെയ്തു. ഇൻ്റർവ്യൂവിൽ മണ്ടത്തരങ്ങളും വിഡ്ഢിത്തരങ്ങളും പൊട്ടത്തരങ്ങളും ചെറ്റത്തരങ്ങളും ഈ പറഞ്ഞ പുടിനോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പുടിൻ അതിനൊക്കെ തക്കതായിട്ടുള്ള മറുപടി കൊടുത്ത് വായിൽ അണ്ടി വെട്ടിയിട്ട പോലെ ആയിരുന്നു ഈ പറഞ്ഞ ഇൻ്റർവ്യൂയുടെ അവസാനത്തേക്ക് ഈ പറഞ്ഞ 2 ഇന്ത്യ ടുഡേയുടെ ആങ്കേഴ്സിൻ്റെ അവസ്ഥ. അതും മോദി പാഠകർ തന്നെയായിരുന്നു. മോദി സ്തുതി പറഞ്ഞെങ്കിലും തിരിച്ച് സ്തുതി കിട്ടി, അല്ലെങ്കിൽ സ്തുതി പാഠകർ തിരിച്ചു പോകുന്ന അവസ്ഥ നമ്മൾ കണ്ടു. അപ്പം ഇത്തരം വലിയൊരു ഇൻ്റർവ്യൂ ഞങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടമായി എന്നുള്ള രീതിയിൽ തന്നെ ഗോസാമൻ ഇന്നലെ പൊട്ടിത്തെറിച്ച വീഡിയോ നമ്മൾ കണ്ടത്. പൊട്ടിത്തെറിച്ചിരിക്കുന്ന ഗോസാമനെ ഞങ്ങൾ കണ്ടു. ആ ഗോസാമൻ മോദിക്കെതിരെയും മോദി സർക്കാരിനെതിരെയും ഘോരം പ്രസംഗിച്ചത് നമ്മൾ കണ്ടു. ഇന്നലെ 1 2 3 പല രീതിയിൽ പലതരം ഡിബേറ്റിൽ പലതരം ന്യൂസ് അവേഴ്സിൽ ഗോസാമൻ ഇത് തന്നെ ആവർത്തിച്ചുകൊണ്ടിരുന്നു. അതിൻ്റെ മറ്റൊരു ഭയാനകമായ ആവർത്തനത്തിൻ്റെ ഭാഗം കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. Where is the minister? Is he at any airport? Is he talking to any passenger? No. We are told today on the 4th day of the crisis. Who does he represent? Which lobby does he represent? He's certainly not with the people. Will he take responsibility? Our minister, Lokesh Ji, is also monitoring the situation. ये क्या है? No, Nara Lokesh is not the Minister for Civil Aviation. In what capacity is he monitoring the situation? 1 minute. May I ask, how is a minister in the state government monitoring the nationwide situation on civil aviation? In what capacity? From our party's side, Nara Lokesh Ji is also monitoring the situation to get it normalized. But how is your party involved in this? No, but I don't understand. Is the Civil Aviation Ministry or TDP Ministry? The committee has been set up now after Indigo Airlines has failed to comply. That is a private company, and private companies do their business the way they do, and government doesn't run a private company. We have to be a little, Sir, the government has been blackmailed by a private company. The passengers are cannon fodder in this battle. Yeah, so what do we do? Now What do we do? You are an elected government, you are asking me what do we do? I'm not sure what's going on here. In fact, the minister has also put on record that he's been, liaising with this particular airlines for the last 6 months. Sir, the minister has done nothing. This is bad for India. We are not South Korea. നിങ്ങൾ കണ്ടില്ലേ, ഇതായിരുന്നു ഇന്നലെ എന്ന BJP നേതാക്കൾ ചാനലിൽ വന്നാലും വേണ്ടില്ല, ആര് വന്നാലും, ഈവൻ നമ്മുടെ താടിജി വന്ന് താടി കാണിച്ചാൽ പോലും മോസാമൻ അല്ലെങ്കിൽ ഗോസാമൻ ആ താടി വെട്ടിക്കളയും എന്നുള്ള രീതിയിലായിരുന്നു ഇന്നലെ ചാനലുകളിൽ ഇരുന്നത്. അതുകൊണ്ട് തന്നെ ഗോസാമന് ഈ പറഞ്ഞ ഒരു കാര്യങ്ങളും അങ്ങ് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഗോസാമൻ അതിനെതിരെ വേണ്ട രീതിയിൻ്റെ അപ്പുറത്തു കൂടി സംസാരിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ കണ്ടത്. ഗോസാമനെ കുറ്റം പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ ഗോസാമനെ നമ്മൾ ആരും കുറ്റം പറയുന്നുമില്ല. കിട്ടുമെന്ന് വിചാരിച്ച് കാത്തു സൂക്ഷിച്ച കസ്തൂരി മാമ്പഴം ആരോ കൊത്തിപ്പോയി, അല്ലെങ്കിൽ ഇന്ത്യ ടുഡേ കൊത്തിപ്പോയി. പുടിനുമായുള്ളൊരു ഇൻ്റർവ്യൂ ഇന്ത്യ ടുഡേ കൊത്തി. ആ കൊത്താണ് നമ്മുടെ ഗോസാമൻ ഇന്നലെ ചാനലുകളായിട്ടുള്ള എല്ലാ ചാനലുകളും വന്ന് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഗോസാമനെ കുറ്റം പറയാൻ പറ്റില്ല. ഒരുപാട് കാലം ചന്തി നക്കി ചന്തി വെളുപ്പിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ഒരു സമയത്ത് ആ പറഞ്ഞ ചന്തി തിരിച്ച് ഒരൊറ്റ ഇടി കൊടുത്തു കഴിഞ്ഞാൽ ഗോസാമന് വേദനിക്കും. ആ വേദനയാണ് ഗോസാമൻ കാണിച്ചത്. ഏതായാലും മോദി ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. ഇനി ഇത് ഇത്രയും പെട്ടെന്ന് ഇതിലൊരു തീരുമാനം അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു അതിന് പറയലെന്തായിരുന്നു ഒരു കോംപ്രമൈസ് ചെയ്തിട്ടില്ലെങ്കിൽ ഗോസാമൻ പലതും വാരി വലിച്ച് പുറത്തിടും. കാരണം
ഇത്രയും കാലത്ത് ഇന്ത്യയിലെ ജനങ്ങൾക്ക് ആർക്കും അറിയില്ലായിരുന്നു നമ്മുടെ മോദിജി അല്ലെങ്കിൽ നമ്മുടെ ഗോദി ടീമുകൾ ചെയ്യുന്ന ചെറ്റത്തരങ്ങളും അല്ലെങ്കിൽ ഈ രാജ്യത്തിൻ്റെ യഥാർത്ഥ അവസ്ഥ ഗോദി മീഡിയ കവറപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഗോസാമൻ തിരിഞ്ഞു കഴിഞ്ഞാൽ അത് എന്തിനേക്കാൾ വലിയൊരു വിഷമാണ് എന്നുള്ളത് നമ്മുടെ ഗോദിക്കും അല്ലെങ്കിൽ മോദിക്കും മോദിയുടെ ടീമിനും അറിയാം. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഗോസാമന് അല്ലെങ്കിൽ ഗോസാമനെ അനുനയിപ്പിക്കാനുള്ള പരിപാടികളൊക്കെ ചെയ്യുമായിരിക്കും, നമുക്കറിയില്ല. പക്ഷേ ഗോസാമൻ രണ്ടും കൽപ്പിച്ചിട്ട് തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. ചിലപ്പോൾ ഇന്ന് രാത്രി തന്നെ നമ്മൾ ഈ പറഞ്ഞ സമയം കൊണ്ട് തന്നെ ഗോസാമനുമായിട്ടുള്ള പുതിയ ടൈപ്പുകളും പുതിയ കോടികളൊക്കെ ഒഴുക്കി കാണും നമ്മുടെ മോദി സർക്കാർ. കാരണം ഇപ്പോൾ എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെ. ഇപ്പോൾ ഇന്ത്യയുടെ കാര്യം എടുത്തു കഴിഞ്ഞാലും മറ്റേ എയർ ഇന്ത്യയുടെ കാര്യത്തിലും കോടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴുകുന്നത് കൊണ്ട് വലിയ പ്രശ്നമില്ലാണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ പോകുന്നത്. രാജ്യം കുളം കുത്തി അങ്ങ് വെള്ളം കാണാത്ത അവസ്ഥയിൽ നെല്ലിപ്പലകയുടെ അങ്ങനെ എത്തിയിട്ടുണ്ട്. എങ്കിലും ഇതൊന്നും അറിയാണ്ട് ഇപ്പോഴും ഗോദിക്കെത്തോ മുംകിൻ ഹേ എന്ന് പറഞ്ഞ് നടക്കുന്ന രാജ്യത്തെ ചങ്ക പരിവാണങ്ങളെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നത്. അപ്പോൾ ഇതാണ് ഗോസാമൻ തെറ്റാനുള്ളൊരു പ്രധാന കാരണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എനിക്കറിയില്ല, നിങ്ങൾ കണ്ടിട്ട് പറ. വേറെ വല്ല അഭിപ്രായങ്ങളിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം, നമുക്ക് നോക്കാം യഥാർത്ഥത്തിൽ ഗോസാമന് പറ്റിയത് എന്താണ് എന്നുള്ളത്.